പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡിവിഷൻ യൂസിങ് പ്ലേസ് വാല്യൂ എന്നുള്ള പോർഷനാണ്. ഇതിനു മുൻപുള്ള പോർഷൻസൊക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആദ്യത്തെ വീഡിയോ തൊട്ട് കാണാനായിട്ട് ശ്രമിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ രണ്ട് കൗണ്ടിങ് നമ്പേഴ്സിന് കിട്ടുന്ന കോഷ്യൻ്റ് ഡെസിമലിൽ വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കൗണ്ടിങ് നമ്പേഴ്സിനെ നമ്മൾ ഡിവിഷനെ എങ്ങനെ എഴുതും? ഫ്രാക്ഷനായിട്ട് എഴുതും. എന്നിട്ട് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കും. അതായത് ഡിനോമിനേറ്റർ 10, 100, 1000 ഇങ്ങനെ വരുന്ന രീതിയിൽ ഈക്വലൻ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കും. എന്നിട്ട് നമുക്ക് അതിനെ ഡെസിമൽ എഴുതാൻ ഈസിയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം 29 ഡിവൈഡഡ് ബൈ 2 ചെയ്തു. ഇതിനെ ആദ്യം നമ്മൾ എന്താക്കും? ഫ്രാക്ഷനിൽ എഴുതും. എന്നിട്ട് ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ കണ്ടുപിടിക്കും. അതായത് ഡിനോമിനേറ്റർ 10, 100, 1000 വരുന്ന രീതിയിൽ. ഇവിടെ 10 ആണെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഇവിടെ എന്തായി? ഡിനോമിനേറ്റർ 10 ആയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഇതിന് കിട്ടുന്ന കോഷ്യൻ്റ് നമുക്ക് ഡെസിമലിൽ എഴുതാനായിട്ട് സാധിക്കും. 29 × 5 ചെയ്താൽ എന്താ? 45, 145. 145/10 എന്ന് കിട്ടി. ഇതെന്ന് പറയുന്നത് എന്താ? 145നെ ഇവിടെ നിന്ന് ഒരു പ്ലേസ് ലെഫ്റ്റിലേക്ക് പോയി പോയിൻ്റ് ഇടും. ഡിനോമിനേറ്ററിൽ ഒരു 0 ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയ കോഷ്യൻ്റ് എങ്ങനെയുള്ളതാ? ഡെസിമലിലുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഇനി നമ്മൾ പ്ലേസ് വാല്യൂ പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് ഡെസിമൽ കോഷ്യൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സപ്പോസ് വി വാണ്ട് ടു റൈറ്റ് ദ കോഷ്യൻ 10/3 ആസ് എ ഡെസിമൽ. അപ്പോൾ നമുക്കിവിടെ 10/3യെ ഡെസിമലിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 10/3യെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇതുവരെ നമ്മൾ ചെയ്തത് വെച്ച് നമുക്കിതിൻ്റെ ഈക്വലൻ്റ് ഫ്രാക്ഷൻ എഴുതണം. അതായത് ഡിനോമിനേറ്റർ നമുക്ക് 10, 100, 1000 വരുന്ന രീതിയിൽ ഈക്വലൻ്റ് ഫ്രാക്ഷൻ എഴുതണം. അപ്പോൾ 3യെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് കിട്ടില്ല? 10ഉം കിട്ടില്ല, 100ഉം കിട്ടില്ല, 1000ഉം കിട്ടില്ല. അപ്പോൾ ഇതിനെ നമുക്ക് ആ ഒരു രീതിയിൽ എഴുതാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് പ്ലേസ് വാല്യൂ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1324 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ ഇവിടെ നമ്മൾ നോർമൽ ഡിവിഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? 1, 3, 2, 4 ഡിവൈഡഡ് ബൈ 4 ഇങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 1നെ 4 കൊണ്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇവിടുത്തെ പ്ലേസ് വാല്യൂസ് എന്തൊക്കെയാണ്? 1 എന്ന് പറയുന്നത് 1000ൻ്റെ പ്ലേസിലാണ്, 3 100ൻ്റെ പ്ലേസിലാണ്, 2 10ൻ്റെ പ്ലേസിലാണ്, 4 1ൻ്റെ പ്ലേസിലാണ്. അപ്പോൾ ഇവിടെ 1നെ നമുക്ക് 4 കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് 1000നെ 4 കൊണ്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത പ്ലേസും കൂടെ എടുക്കും, 13 എടുക്കും. 13 നമ്മൾ വായിച്ചാൽ എങ്ങനെ വരും? 1324 എന്ന് വായിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തേ? ഈ 1000നെ 100സിലോട്ട് റീഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ 1300 എന്നായി. ഇനി നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 4 3s are 12, റിമൈൻഡർ നമുക്ക് 1 കിട്ടി. അതിൻ്റെ അർത്ഥം 1300നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3. ദാറ്റ് മീൻസ് അതായത് 13നെ 4 ആയിട്ട് ചെയ്യുമ്പോൾ ഓരോ ഗ്രൂപ്പിലും 300s വെച്ച് വരും, ഒരു 100 റിമെയിൻ ആയിട്ടും വരും. മനസ്സിലായല്ലോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 ചോക്ലേറ്റ്സ് ഉണ്ട്. അതിനെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? ഓരോ ഗ്രൂപ്പിലും 2 വെച്ച് വരും, 1 റിമെയിൻ ആയിട്ടും വരും. അതേപോലെ 1300നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ ഗ്രൂപ്പിലും 3 വെച്ച് വരും, 1 റിമെയിൻ ആയിട്ടും വരും. അപ്പോൾ അതാ ഇവിടെ 1000നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് നോട്ട് പോസിബിൾ വിത്തൗട്ട് റീഗ്രൂപ്പിംഗ്. അപ്പോൾ 1000നെ റീഗ്രൂപ്പ് ചെയ്ത് എങ്ങോട്ട് മാറ്റുന്നു? 1000 എന്ന് പറയുന്നത് 10 100s ആണ് അല്ലേ. 10 × 100 ആണ് 100 ആണ് 1000 എന്ന് പറയുന്നത്. അപ്പോൾ എത്ര 100s ആണ് 1000? 10 100s ആണ്
1000. അപ്പോൾ 1000നെ 10 ഹൺഡ്രഡ്സും പിന്നെന്താ ഒരു 300 ഇവിടെയുണ്ട്, അതും കൂടെ ചേർത്ത് 1300s ആകുന്നു. ആ 1300നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്കിവിടെ 3 കിട്ടിയത്. അതായത് ഈ 4 ആയിട്ടുള്ള ഓരോ ഗ്രൂപ്പിലും 300s വെച്ച് വരും, 100 റിമെയിൻ ആയിട്ടും വരും. അതാണ് ഇതാ ഇവിടെ കാണിച്ചിട്ടുള്ളത്, കണ്ടോ. ഓരോ ഗ്രൂപ്പിലും 300s വെച്ച് വന്നു, 100 റിമെയിൻ ആയിട്ടും വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ റിമെയിൻ ആയിട്ട് വന്ന ഈ 100നെ റീഗ്രൂപ്പ് ചെയ്ത് എങ്ങോട്ട് മാറ്റും? അടുത്ത പ്ലേസ് ടെൻസിൻ്റെ പ്ലേസ് ആണ്. അപ്പോൾ 100s എന്ന് പറയുന്നത് 10 × 10 ആണ് 100. അപ്പം എത്ര ടെൻസ് ചേരുന്നതാണ് 100? 10 ടെൻസ് ചേരുന്നതാണ് 100. അപ്പോൾ ഈ 100നെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? 10 ടെൻസ് ആയിട്ട് റീഗ്രൂപ്പ് ചെയ്യും. അതിൻ്റെ കൂടെ ഈ 2 ടെൻസും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ എന്താവും? 12 ടെൻസ് ആവും, കണ്ടോ. ഇനി ഈ ബാക്കിയുള്ളത് അപ്പോൾ നിങ്ങൾ അതേപോലെ എഴുതണം. ഇനി അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ 12 ടെൻസും 4 1സും ആണ് വരുന്നത്, കണ്ടോ. 12 ടെൻസും 4 1സും. ഈ 12 ടെൻസിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 4 3s are 12 അല്ലേ. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും എത്ര വെച്ച് വരും? 3 ടെൻസ് വീതം വരും. അപ്പോൾ നമ്മുടെ മുകളിൽ നേരത്തെ ചെയ്ത 300s ഓരോ ഗ്രൂപ്പിലും ഉണ്ട്, അതിൻ്റെ കൂടെ 3 ടെൻസ് വീതം ഓരോ ഗ്രൂപ്പിലും വരുന്നു. ഇവിടെ നമുക്ക് റിമൈൻഡർ ഒന്നുമില്ല. ഇനി അടുത്ത എന്താണ്? 12 ടെൻസ് കഴിഞ്ഞിട്ട് 4 1s. ഈ 4 1സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും? ഓരോ ഗ്രൂപ്പിലും 1 1s വെച്ചിട്ട് വരും, കണ്ടല്ലോ. ഇങ്ങനെ വന്നു. അപ്പം 1324നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1000സിനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു, നമ്മൾ റീഗ്രൂപ്പ് ചെയ്ത് 100സിലോട്ട് മാറ്റിയായിരുന്നു അല്ലേ. അപ്പോൾ 0 1000s 300s 3 10s 1 1s. അപ്പോൾ എന്ത് വന്നു? 331 എന്ന് വന്നു. 300 3 10s 1 1s 331 എന്ന് കിട്ടി. വി ഓൾസോ കോൾ ദിസ് ഡിവിഷൻ യൂസിങ് പ്ലേസ് വാല്യൂ ആസ് ലോങ് ഡിവിഷൻ. അപ്പോൾ ഇതിനെ നമുക്ക് ലോങ് ഡിവിഷൻ എന്ന് വിളിക്കാം. ഓരോ സ്റ്റെപ്പിലും ചെയ്തതാണ് ഇതാ ഇവിടെ തന്നിട്ടുള്ളത്, കണ്ടോ. നമ്മൾ ടെൻസിലോട്ട് മാറ്റിയപ്പോൾ നമുക്ക് 12 ടെൻസ് ആയിരുന്നു. അപ്പോൾ 4 3s are 12 എന്ന് കിട്ടി. അപ്പോൾ റിമൈൻഡർ 0 ആയി. അടുത്ത സ്റ്റെപ്പിൽ 1സിൻ്റെ പ്ലേസ് ആണ്. അപ്പോൾ 4 1s ആയിരുന്നു, 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 1 × 4 4, കണ്ടോ. അങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഡെസിമൽ കോഷ്യൻ്റ് കിട്ടുന്ന ഒരെണ്ണമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മുകളിൽ നമ്മൾ ചെയ്തത് 1324 ഡിവൈഡഡ് ബൈ 4 ആയിരുന്നു. അപ്പോൾ നമുക്ക് റിമൈൻഡർ ഒന്നുമില്ലാതെ 331 എന്ന് കിട്ടി. ഇനി നമുക്ക് 1325 ഡിവൈഡഡ് ബൈ 4 ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ മുകളിൽ ചെയ്തതിൻ്റെ ബാക്കിയാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്, കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിൽ എത്ര 1s ആയിരുന്നു? 4 1s ആയിരുന്നു. ഇവിടെ വരുമ്പോഴോ 5 1s വരും. അപ്പോൾ 1സിന് മുമ്പ് വരെയുള്ള സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് 300സും 3 10സും വരെയായിരുന്നു കിട്ടിയത്. ഇനി 5 1സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? 5ൽ 1 ടൈമാണ് 4 വരുന്നത്. അപ്പോൾ ഓരോ 1s വീതം ഓരോ ഗ്രൂപ്പിലും വരും, 1 റിമൈൻഡർ ആയിട്ടും വരും. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും 1s വന്നു, ഒരു 1 എന്തായിട്ട് വന്നു? ഒരു 1s റിമൈൻഡർ ആയിട്ട് വന്നു. ഓക്കെ. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ റിമൈൻ ആയിട്ട് വന്ന 1 1സിനെ എന്ത് ചെയ്യും? 4 ഈക്വൽ പാർട്സ് ആയിട്ട് മാറ്റും. അപ്പോൾ ഇതിനെ 1s കഴിഞ്ഞാൽ ഇനി അടുത്ത പ്ലേസ് ഏതാ? ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള പ്ലേസാണ്, അതായത് ടെൻസിൻ്റെ പ്ലേസാണ് അല്ലേ. 1s കഴിഞ്ഞിട്ട് അടുത്ത റൈറ്റിൽ വരുന്നത് ടെൻസിൻ്റെ പ്ലേസാണ്. അപ്പോൾ 1 1s എന്ന് പറയുന്നത് എത്ര ടെൻസാണ്? 10 ടെൻസാണ്. ടെൻസ് എന്ന് വെച്ചാൽ എന്താ? 1/10. അപ്പോൾ 10 ടെൻസാണ് 1 1s എന്ന് പറയുന്നത്. ഓക്കെ, 10/10 ഈസ് 1. അപ്പോൾ നമ്മൾ ഈ 1 1സിനെ എന്ത് ചെയ്യുന്നു? 4 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 1 1s എന്ന് പറയുന്നത് 10 ടെൻസാണ്. ഈ 10 ടെൻസിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതാ നോക്കിയേ, 10 ടെൻസിനെ
4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 4 2s are 8 ഇല്ലേ. 10നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 2s are 8, ബാക്കി 2 റിമെയിൻസ് ആണ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും 2 10s വീതം വരും, 2 റിമെയിൻ ആയിട്ടും വരും. ഓക്കെ, അപ്പോൾ അതാ നോക്കിയേ, 2 10s 2 10s 2 10s 2 10s, അടുത്ത 2 10s റിമെയിൻ ആയിട്ട് വന്നു. അപ്പോൾ അതാ 10 ഡിവൈഡഡ് ബൈ 4 ചെയ്തപ്പോൾ 8 കിട്ടി, 2 റിമെയിൻ ആയി. അപ്പോൾ ഈ പ്ലേസ് ടെൻസിൻ്റെ പ്ലേസ് ആണ്, കണ്ടോ. ഇനി ഈ അധികം വന്ന ഈ 2 10സിനെ വീണ്ടും റീഗ്രൂപ്പ് ചെയ്ത് എങ്ങോട്ട് മാറ്റുന്നു? അടുത്ത പ്ലേസ് ഏതാണ്? 100സിൻ്റെ പ്ലേസ് ആണ്. ഓക്കെ, അപ്പോൾ 100s എന്ന് പറയുന്നത് 110s എന്ന് പറയുന്നത് എത്ര ഹൺഡ്രഡ്സ് ആണ്? 110s എന്ന് പറയുന്നത് 10 hundreds ആണ്. ഹൺഡ്രഡ്സ് എന്ന് വെച്ചാൽ എന്താ? 1/100. ദിസ് ഈസ് 10/100. 10/100 എന്ന് പറയുന്നത് 1/10 ആണ്, കണ്ടോ. അപ്പോൾ 110s എന്ന് വെച്ചാൽ എന്താ? 1/10 ആണ് അല്ലേ. അപ്പോൾ 110s എന്ന് പറയുന്നത് 10 hundreds ആണ്. ഓക്കെ, അപ്പോൾ 2 10s എന്ന് പറയുന്നത് എന്തായിരിക്കും? 20 hundreds ആയിരിക്കും അല്ലേ. 20 hundreds ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയേ, to divide 2 10s into 4 equal part, we have to regroup them as 20 hundreds. അപ്പോൾ ഈ 20 hundredsനെ 4 equal parts ആയിട്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 20 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ 5 4s are 20. ഓരോ ഗ്രൂപ്പിലും 5 hundreds വെച്ചിട്ട് നമുക്ക് കിട്ടും, കണ്ടോ. 20 hundreds ഡിവൈഡഡ് ബൈ 4, ഈച്ച് പാർട്ട് ഗെറ്റ്സ് 5 hundreds. അപ്പോൾ നമ്മൾ വീണ്ടും ഓരോ ഗ്രൂപ്പിലും 5 hundreds വീതം കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് റിമൈൻഡർ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 1000ൻ്റെ പ്ലേസിൽ 0, 3 hundreds, 3 10s, 1 ones, 2 10s, 5 hundreds. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഇതിനെ നമ്മൾ നമ്പറിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? 331.25 എന്ന് വരും. ഓക്കെ, 2 10s മീൻസ് 0.2, 5 hundreds കൂടെ വരുമ്പം 0.25. അപ്പോൾ 331.25 എന്ന് നമുക്ക് കിട്ടി. ഇങ്ങനെ നമുക്ക് ലോങ് ഡിവിഷനിൽ ഇങ്ങനെ ചെയ്യാം, റീഗ്രൂപ്പ് ചെയ്ത് ചെയ്യാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഒന്ന് കണ്ടു നോക്കുക. ഒന്നുമില്ല, 1000നെ നമ്മൾ എന്താക്കുന്നു? ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഹൺഡ്രഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. 10 hundreds ആണ് 1000 എന്ന് പറയുന്നത്. പിന്നെ റിമെയിൻ വരുന്ന ഹൺഡ്രഡ്സിനെ നമ്മൾ ടെൻസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ 10 10s ആണ് 100s എന്ന് പറയുന്നത്. പിന്നെ ടെൻസിൽ റിമെയിൻ ആയിട്ട് വരുന്നതിനെ നമ്മൾ വൺസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. വൺസിൽ റിമെയിൻ ആയിട്ട് വരുന്നതിനെ നമ്മൾ ടെൻസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ടെൻസിൽ റിമെയിൻ ആയിട്ട് വരുന്നതിനെ നമ്മൾ ഹൺഡ്രഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്തിട്ടാണ് നമ്മളിതിനെ ചെയ്യുന്നത്, കേട്ടോ. ഇനി നമുക്ക് ഈ കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ എന്തിനെയായിരുന്നു ചെയ്തത്? 1325/4 ആയിരുന്നു ചെയ്തത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ഈക്വലൻ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ 1325 ഡിവൈഡഡ് ബൈ 4 ഇത് 100 വരുന്ന രീതിയിൽ ആക്കാൻ പറ്റുമോ? അപ്പോൾ 100 വരണമെങ്കിൽ 25 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 25 കൊണ്ട് ചെയ്യണം. അപ്പോൾ അതാ നമുക്കിങ്ങനെ കിട്ടും. ഡിനോമിനേറ്ററിൽ 2 zeros ഉണ്ട്. അപ്പോൾ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 2 പ്ലേസസ് മാറി പോയിൻ്റ് ഇടുന്നു. അപ്പോൾ എന്ത് കിട്ടും? 331.25 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോഴും നമുക്ക് എന്ത് കിട്ടി? മുകളിലത്തെ സെയിം നമ്മുടെ ആൻസർ തന്നെ കിട്ടി. അപ്പോൾ നമ്മൾ ഈ ലോങ് ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈക്വലൻ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആൻസറിനെ വെരിഫൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും, കേട്ടോ. ഇനി അടുത്തത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് 237 ഡിവൈഡഡ് ബൈ 8. ഇതിൻ്റെ പ്ലേസ് വാല്യൂ എഴുതുമ്പോൾ എന്ത് വരും? ഇവിടെ 2 hundreds ഉണ്ട്, 3 10s ഉണ്ട്, 7 ones ഉണ്ട്. ഇതിനെ നമ്മൾ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 2 hundredsനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? റീഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ 100 എന്ന് പറയുന്നത് 10 10s ആണെങ്കിൽ 2 hundreds എന്ന് പറയുന്നത് എന്തായിരിക്കും? 20 10s ആയിരിക്കും അല്ലേ. അതായത് 100 എന്ന് പറയുന്നത്
എത്രയാണ്? 10 ടെൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ 200 എന്ന് പറയുന്നത് എന്താണ്? 20 ടെൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ 20 ടെൻസും പിന്നെ ഇവിടെ എന്തുണ്ട്? 3 ടെൻസ് ഉണ്ട്. അപ്പം മൊത്തം 23 ടെൻസ്. 23 ടെൻസിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 8 3s are 24 വരും. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല. 1 സ്റ്റെപ്പ് ബാക്ക് പോന്നു. അപ്പോൾ 8 2s are 16 എന്ന് വരും അല്ലേ? അപ്പോൾ 23 ഡിവൈഡഡ് ബൈ 8 ചെയ്താൽ 8 2s are 16. റിമൈൻഡർ നമുക്ക് 7 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് വന്നു? ഓരോ ഗ്രൂപ്പിലും 2 ടെൻസ് വീതവും വന്നു. 7 ടെൻസ് റിമെയിൻ ആയിട്ടും വന്നു. ഈ റിമെയിൻ ആയിട്ട് വന്ന 7 ടെൻസിനെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നു? വൺസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. 7 ടെൻസിനെ വൺസിലേക്ക് കൺവേർട്ട് ചെയ്താൽ 70 വൺസ് എന്ന് കിട്ടും. 70 വൺസും പിന്നെന്തുണ്ട്? ഇവിടെ ബാക്കി 7 വൺസും ഉണ്ട്. അതും കൂടെ ചേർത്ത് 77 വൺസ് ആവും. 77 വൺസിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 8 × 9 72 അല്ലേ? 8 × 9 72 കിട്ടി. റിമൈൻഡർ നമുക്ക് 5 എന്നും കിട്ടി. അപ്പോൾ ഇവിടെ ഓരോ ഗ്രൂപ്പിലും 9 വൺസും 5 വൺസ് റിമെയിൻ ആയിട്ട് നമുക്കിവിടെ കിട്ടി. ആ റിമെയിൻ ആയിട്ട് കിട്ടിയ 5 വൺസിനെ ഇനി ഏത് പ്ലേസിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും? നമ്മൾ ടെൻസിൻ്റെ പ്ലേസിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ 1 വൺസ് എന്ന് പറയുന്നത് എന്താണ്? 10 ടെൻസ് ആണ്. ടെൻസ് മീൻസ് 1/10. അങ്ങനെയാണെങ്കിൽ 5 വൺസ് എന്തായിരിക്കും? 50 ടെൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 5 വൺസിനെ 50 ടെൻസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. 50 ടെൻസിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 6 ടൈംസ് കിട്ടും അല്ലേ? 8 × 6 48. ഓക്കെ, കണ്ടോ? 8 × 6 48. ബാക്കി റിമൈൻഡർ നമുക്ക് 2 കിട്ടി. അപ്പോൾ 2 ഇവിടെ റിമൈൻഡർ ആയിട്ട് വന്ന എന്താ? ടെൻസ് ആണല്ലേ? 2 ടെൻസ് റിമൈൻഡർ ആയിട്ട് വന്നു. ഈ 2 ടെൻസിനെ വീണ്ടും നമ്മൾ ഹൺഡ്രഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഹൺഡ്രഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 ടെൻസ് എന്ന് പറയുന്നത് എന്താണ്? 10 ഹൺഡ്രഡ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 ടെൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 20 ഹൺഡ്രഡ്സ് ആയിരിക്കും. ഈ 20 ഹൺഡ്രഡ്സിനെ എന്ത് ചെയ്യുന്നു? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 8 2s are 16. ഓരോ ഗ്രൂപ്പിലും 2 ഹൺഡ്രഡ്സ് വെച്ചിട്ട് വരും. റിമെയിൻ ആയിട്ട് 4 വരും. ഓക്കെ, വീണ്ടും ഈ 4നെ നമ്മൾ റീഗ്രൂപ്പ് ചെയ്ത് അങ്ങോട്ട് മാറ്റുന്നു. തൗസൻഡ്സിൻ്റെ പ്ലേസിലോട്ട് മാറ്റുന്നു. അപ്പോൾ 100 എന്ന് പറയുന്നത് 10,000s ആണ്. അപ്പോൾ 400 എന്ന് പറയുന്നത് 40,000s ആയിരിക്കും. 40,000 ഡിവൈഡഡ് ബൈ 8 ചെയ്താൽ നമുക്ക് 5,000s എന്ന് കിട്ടും. ഓക്കെ, ഉണ്ടോ? 5,000. അപ്പോൾ നമുക്ക് ലാസ്റ്റിൽ എന്ത് കിട്ടി? 29.625 എന്ന് കിട്ടി. അപ്പോൾ വൺസ് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? വെൻ വി റീഗ്രൂപ്പ് വൺസ് ഇൻറ്റു ടെൻസ് വി പ്ലേസ് എ ഡെസിമൽ പോയിൻ്റ് ഇൻ ദ കോഷ്യൻറ്റ്. അപ്പോൾ വൺസിനെ നമ്മൾ ടെൻസിലോട്ട് റീഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഡെസിമൽ പോയിൻ്റ് കോഷ്യൻറ്റിൽ നമ്മൾ കൊടുക്കണം. എന്നാലേ നമ്മുടെ ആൻസർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി അടുത്തത് ഡിവിഷൻ വിത്ത് ഡെസിമൽ ഡിവിഡൻറ്റ്. അതായത് നമ്മുടെ ഡിവിഡൻറ്റിന് ഡെസിമൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എ ഷോപ്പ് കീപ്പർ ഹാസ് 9.5 കിലോഗ്രാം ഓഫ് ഷുഗർ ആൻഡ് ഹി വാണ്ട്സ് ടു പാക്ക് ഇറ്റ് ഈക്വലി ഇൻ 4 bags. ഒരു ഷോപ്പ് കീപ്പറിൻ്റെ കയ്യിൽ 9.5 കിലോഗ്രാം ഓഫ് ഷുഗർ ഉണ്ട്. അവനത് 4 ബാഗ്സിൽ ഈക്വലായിട്ട് പാക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ഈച്ച് ബാഗ് ഓഫ് ഷുഗർ? ഓരോ ബാഗിൻ്റെ വെയ്റ്റ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 9.5 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇവിടെ ഡെസിമൽ നമ്പറാണ്. അപ്പോൾ 9.5നെ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് വൺസിൻ്റെ പ്ലേസ് ആണുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് 4 2s are 8, 9 - 8 is 1. അപ്പോൾ നമ്മൾ
9 വൺസിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഓരോ ഗ്രൂപ്പിലും 2 വൺസ് വീതം കിട്ടി. 1 വൺസ് റിമെയിൻ ആയിട്ടും വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 1 വൺസിനെ എങ്ങോട്ട് റീഗ്രൂപ്പ് ചെയ്യണം? ടെൻസിലോട്ട് റീഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ വൺസിനെ ടെൻസിലോട്ട് റീഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കോഷ്യൻറ്റിൽ എന്ത് ചെയ്യണം? ഡെസിമൽ പോയിൻ്റ് ഇടണം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമുക്കിപ്പോൾ എന്തായി? 15 ടെൻസ് ആയി. ഓക്കെ, ഈ 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 ടൈംസ് 3 ടെൻസ് ഓരോ ഗ്രൂപ്പിലും വരും. അപ്പോൾ 12 എന്ന് കിട്ടും. 3 ടെൻസ് റിമെയിൻ ആയിട്ടും വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ ഹൺഡ്രഡ്സിലോട്ട് റീഗ്രൂപ്പ് ചെയ്യും. അപ്പോൾ 3 ടെൻസ് ഹൺഡ്രഡ്സിൽ വരുമ്പോൾ എന്താവും? 30 ഹൺഡ്രഡ്സ് ആവും. അപ്പോൾ എന്ത് വരും? 7 ഹൺഡ്രഡ്സ് ഓരോ ഗ്രൂപ്പിലും 7 ഹൺഡ്രഡ്സ് വെച്ച് വരും. 28 200s റിമെയിൻ ആയിട്ട് വന്നു. ഇനി ഇതിനെ നമ്മൾ തൗസൻഡ്സിലോട്ട് റീഗ്രൂപ്പ് ചെയ്യും. അപ്പോൾ 200s എന്ന് പറയുന്നത് 20,000s ആണ്. അപ്പോൾ എന്ത് വരും? 5 വെച്ചിട്ട് കിട്ടും. 5,000s എന്ന് കിട്ടും. 20 റിമൈൻഡർ നമുക്ക് 0 എന്നും കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 2.375 കിലോഗ്രാം വെച്ച് ഓരോ ബാഗിലും പാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 0.06 ഡിവൈഡഡ് ബൈ 5? ഇവിടെ ഈ 0 വൺസിൻ്റെ പ്ലേസിലാണ്, ഈ 0 ടെൻസിൻ്റെ പ്ലേസിലാണ്, 6 ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലാണ്. ഓക്കെ, അപ്പോൾ 0 വൺസിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് തന്നെ കിട്ടും? 0 തന്നെ കിട്ടും. ഓക്കെ, 0 തന്നെ കിട്ടി. ഇനി നമ്മൾ അടുത്ത് എന്ത് ചെയ്യുന്നു? ടെൻസിൻ്റെ പ്ലേസിലോട്ട് മൂവ് ആകുന്നു. അപ്പോൾ വൺസിൽ നിന്ന് ടെൻസിലേക്ക് മൂവ് ആകുമ്പം ഡെസിമൽ പോയിൻ്റ് ഇടുന്നു. ഇനി വീണ്ടും ഇവിടെ 0 ടെൻസ് ആണ്. 0 ടെൻസിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 0 ടെൻസ് തന്നെ കിട്ടും. ഇനി അടുത്ത പ്ലേസ് ഹൺഡ്രഡ്സിൻ്റെ പ്ലേസാണ്. 6 ഹൺഡ്രഡ്സ് ഉണ്ട്. 6 ഹൺഡ്രഡ്സിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 എന്ന് കിട്ടും. 1 റിമെയിൻ ആയിട്ടും വരും. അതായത് 100s 100 റിമെയിൻ ആയിട്ടും വരും. അപ്പോൾ ഈ 100നെ നമ്മൾ എന്ത് ചെയ്യണം? തൗസൻഡ്സിലോട്ട് റീഗ്രൂപ്പ് ചെയ്യണം. അപ്പം 100th എന്ന് പറയുന്നത് 10,000s ആണ്. ഓക്കെ, ഈ 10,000നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2,000s വെച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വോഷ്യൻ്റ് എന്താണ്? റിമൈൻഡർ വരുന്നില്ല. 5 2s are 10. റിമൈൻഡർ വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0.012 എന്ന് കിട്ടി. അത് തന്നെയാണ് ഇതാ ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. കണ്ടോ? 0 വൺസിനെ ചെയ്യുമ്പോൾ 0. അപ്പോൾ നമ്മൾ വൺസിൻ്റെ പ്ലേസിൽ 0 ഇട്ടു. അടുത്തത് ടെൻസിലേക്ക് മൂവ് ആകുന്നു. അപ്പോഴും 0. കണ്ടോ? അടുത്തത് ഹൺഡ്രഡ്സിൻ്റെ പ്ലേസാണ്. 6ൽ 5 1 ടൈം. അപ്പോൾ 100s വെച്ച് വന്നു. റിമൈൻഡർ 1 വന്നു. ഇനി നമ്മൾ തൗസൻഡ്സിലേക്ക് മൂവ് ആകുമ്പോൾ 100s എന്ന് പറയുന്നത് 10,000s ആണ്. അപ്പോൾ 5 2s are 10. അപ്പോൾ 2,000s വെച്ച് ഓരോ ഗ്രൂപ്പിലും വന്നു. റിമൈൻഡർ 0 ആയി. സോ ആൻസർ ഈ 0.012 എന്ന് നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് ലോങ് ഡിവിഷനിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ ഫിഗർ ഇറ്റ് ഔട്ടും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലാവും. അപ്പോൾ ഇനി ഫിഗർ ഇറ്റ് ഔട്ടുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.